ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. പ്രണാം മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തുടങ്ങട്ടെ ക്ലാസ്? ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. തുടങ്ങിക്കോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപിക കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇസ്കോൺ മാംഗ്ലൂർ നടത്തുന്ന ലെവൽ 2 ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്ലോകം ചൊല്ലാൻ താല്പര്യം എടുത്തവരെയും പഠിപ്പിച്ച മാതാജിയും എല്ലാവരെയും ഞാൻ പ്രണമിക്കുന്നു. ഓരോരുത്തർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ത്രിഗുണങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന ജീവൻ പ്രകൃതിയുടെ മായാഗുണങ്ങളാകുന്ന സത്വ, രജസ്, തമസ്, ഇത് മൂന്നും കൂടിയിട്ട് ബന്ധിക്കുന്നു. ചിലരിലെ സത്വം കൂടും, ചിലരിലെ രജസ് കൂടും, ചിലരിലെ തമസ് കൂടും. ഇതൊന്നുമില്ലാതെ, മൂന്ന് ഗുണങ്ങളും ഇല്ലാതെ സൃഷ്ടി നടക്കില്ല. മൂന്നും ഒരേപോലെ ആയാല് നമ്മൾക്ക് ഈ ഭൂമിയിൽ ജനിക്കാനും മുൻപ് ചെയ്തിട്ടുള്ള കർമ്മഫലമൊക്കെ അനുഭവിക്കാനും സാധിക്കില്ല. അതൊക്കെ അങ്ങനെ അനുഭവിച്ച് തീർന്നിട്ട് വേണം നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രകൃതിയുടെ ഗുണങ്ങൾ നമ്മളെ ബാധിക്കുന്നത്. അപ്പം ആയുർവേദത്തിൽ പറയില്ലേ, വാദം, പിത്തം, കഫം, അത് മൂന്നും ഒരേ നിലയിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ യാതൊരു രോഗവും ഉണ്ടാവില്ല ആ ശരീരത്തിന്. പക്ഷെ അങ്ങനെ ഉണ്ടാവില്ല. എപ്പോഴും ഏതെങ്കിലും ഒന്ന് കൂടിയിട്ടും കുറഞ്ഞിട്ടും ഇരിക്കും. അതനുസരിച്ച് രോഗങ്ങൾ ബാധിക്കാനുള്ള അവസരം കൂടുതലാണ്. അങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ച് നമ്മുടെ കർമ്മബന്ധങ്ങളൊക്കെ മാറണം. അതിനു വേണ്ടിയിട്ടാണ് ഈ മായ നമ്മളെ പിടികൂടണത്. അപ്പൊ നമ്മൾ ഒന്ന് ഓടിച്ച് പറയാം. ഒന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, ഋഷികൾ പോലും പരിപൂർണത നേടുന്നത് ഈ കാര്യം അറിഞ്ഞിട്ടാണ്. അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അതായത് മൂന്ന് ഗുണങ്ങൾ ഏതാണ്, അതിൻ്റെ പിടിയിൽ പെട്ടാൽ ഉണ്ടാവുന്ന അവസ്ഥ എന്താണ്, അതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്നാണ് പറയുന്നത് ഈ അധ്യായത്തിൽ. പിന്നെ പറഞ്ഞു, ഈ ജ്ഞാനത്തിൽ ഉറച്ചു നിന്നാൽ എൻ്റേതിന് തുല്യമായ ആസ്ഥാനം നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ ജനനമോ മരണമോ നിങ്ങളെ വേദനിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു. ഈ നാനാ രൂപേണയുള്ള ലക്ഷക്കണക്കിന് തരം ജീവികളല്ലേ,
അവർക്ക് ഈ പ്രകൃതിയിൽ ജന്മമെടുക്കാൻ ഞാൻ ഒരു അവസരം നൽകുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ ഇങ്ങനെ അനുഭവിച്ച് വല്ലാതെ വിഷമിക്കേണ്ടി വരും. ഓരോ ലോകത്തിൽ താഴെ ഉള്ള ലോകങ്ങളിലും മുകളിലുള്ള ലോകങ്ങളിലും ഒക്കെ അത് അനുഭവിച്ച് തീരുമ്പോൾ പിന്നെയും അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് ജന്മമെടുക്കാൻ അവസരം എല്ലാ ജീവികളായിട്ടും ഭഗവാൻ തന്നെ. പക്ഷെ നമ്മളൊക്കെ ഏറ്റവും ഭാഗ്യവാന്മാരാണ്. സൃഷ്ടിയുടെ മകുടമായിട്ടുള്ള വിശേഷ ബുദ്ധിയുള്ളത് നമുക്ക് മാത്രമാണ്. ഇത് തിരിച്ചറിഞ്ഞ് നല്ലതിലേക്ക് നേർവഴിക്ക് നീങ്ങാൻ. മറ്റേ വഴിയിൽ പോയാൽ മുള്ളുണ്ട് അല്ലെങ്കിൽ കുപ്പിച്ചില്ലുണ്ട്, അതൊക്കെ കാലിൽ കുത്തും എന്ന് ഇവിടെ കാണിച്ചു തരികയാണ്. അത് മനസ്സിലാക്കി നല്ല വഴി കൂടെ നടക്കാനുള്ള അവസരം കിട്ടുന്നത് മനുഷ്യന്മാർക്ക് മാത്രമാണ്. അപ്പോൾ അതിൻ്റെ അമ്മ പ്രകൃതിയാണ്, പിതാവ് അച്ഛൻ ഭഗവാനാണ് എന്നും പറഞ്ഞു. ആദി പിതാവ് ഭഗവാനാണ്. ഈ ഭൂലോകത്തിൽ മാത്രമല്ല ജീവനുള്ളത്, 14 ലോകത്തിലും ഉണ്ട്. ബ്രഹ്മാവിന്റെ ലോകത്തിലുമുണ്ട്. അവരുടെ ആ സമയം കഴിയുമ്പോൾ അവര് ഇല്ലാതാക്കുകയും ചെയ്യും. ജനനവും മരണവും. ബ്രഹ്മാവിന് പോലും മരണമുണ്ട്, പക്ഷെ അത് അതിദീർഘമായ കാലമാണ് എന്ന് മാത്രമേ ഉള്ളൂ. വെള്ളത്തിലും അഗ്നിയിലും ആകാശത്തും എല്ലാ സ്ഥലത്തും ജീവനുകളുണ്ട്. അതിലൊക്കെ ബീജപ്രദനായ അല്ലെങ്കിൽ ജീവൻ നൽകുന്ന ആ പിതാവ് ഭഗവാനാണ് എന്നറിയുക. പിന്നെ പറഞ്ഞു, പ്രധാനമായിട്ട് ഈ അധ്യായത്തിന്റെ ഉള്ളടക്കം 3 ഗുണങ്ങൾ അടങ്ങിയതാണ് പ്രകൃതി. ഭഗവാൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മളുടെ ജീവനായിട്ട് നിലനിൽക്കുന്ന ആ തുടിപ്പ് എപ്പോഴാണോ അതില്ലാതാകുന്നത് അപ്പോൾ ഈ ശരീരം കുഴഞ്ഞോടെ താഴെ വീഴും. പിന്നെ കണ്ണു തുറക്കാനോ കയ്യിന്റെ വിരലൊന്നും അനക്കാനോ പറ്റില്ല, ജീവൻ പോവും. അങ്ങനെ ആ ജീവൻ നൽകുന്നത് ഭഗവാനാണ്. പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചുറ്റും കാണുന്ന മരങ്ങളും പുഴകളും പ്രകൃതി ഭംഗിയും പൂക്കളും ഒക്കെയുള്ള പ്രകൃതിയല്ല. പ്രകൃതി എന്ന തത്വം, അതാണ് ഇവിടെ ഭൗതിക പ്രകൃതി എന്ന് ഉദ്ദേശിക്കുന്നത്. സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന ആ 3 ഗുണങ്ങളാണ്. അത് ഈ ജീവാത്മാവിനെ ബന്ധിക്കുന്നു. 3 ചരടുകളിക്കാരുടെ കയ്യിലെ പാവകളെ പോലെ അതിനനുസരിച്ചാണ് നമ്മളുടെ പ്രവൃത്തികൾ ഉണ്ടാവുക. പ്രവൃത്തി ഉണ്ടായാൽ പിന്നെ അത് വാസനയായിട്ട് മാറും. അടുത്ത ജന്മത്തേക്കുള്ള ഒരു മുതൽക്കൂട്ടായിട്ടും മാറും, നല്ലതായാലും ചീത്തയായാലും. പിന്നെ ഓരോന്നിനെ കുറിച്ചും പറഞ്ഞു. സത്വം ആണ് കൂടുതൽ എങ്കിൽ അവരെങ്ങനെയായിരിക്കും? അവർക്ക് എപ്പോഴും സന്തോഷമായിരിക്കും. എല്ലാവരുടെയും പോലെ അവർക്കും പലവിധ വിഷമങ്ങളൊക്കെ വരും. എപ്പോഴും ഒരാൾക്ക് എന്തായാലും സന്തോഷം ഉണ്ടാവില്ല. എന്നാലും അവരതിനെ സമാധാനത്തോടെ നേരിടും. എപ്പോഴും പ്രസന്നമായിട്ടുള്ള മുഖമായിരിക്കും. നമ്മൾ പറഞ്ഞില്ലേ, ഗംഗയിൽ കുളിച്ചു വരുന്ന സന്യാസിയുടെ മേലേക്ക് എത്രയോ 17 തവണയാണ് അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കണം, അദ്ദേഹത്തിനെ ദേഷ്യപ്പെടുത്തണം എന്ന് തന്നെ വിചാരിച്ച വികൃതി പിള്ളേര് ചെയ്തത്. പക്ഷെ ആ സന്യാസിയുടെ മുഖത്ത് ഒരു ചലനം ഉണ്ടാക്കാൻ, ദേഷ്യത്തിന്റെ ഒരു പ്രസരം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചില്ല. അവസാനം അവര് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാവുകയാണ് ചെയ്തത്. അതുപോലെ രമണ മഹർഷിയൊക്കെ ഗുഹയിൽ തപസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആരാണ് ഇവിടെ വന്നിരിക്കുക എന്ന് പറഞ്ഞിട്ട് മേല് മൂത്രമൊഴിക്കുക എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം അതിനൊന്നും അറിഞ്ഞത് പോലും ഇല്ല എന്നാണ്. മറ്റു ശിഷ്യന്മാര് വന്നിട്ടാണ് അതൊക്കെ കഴുകിക്കളഞ്ഞ്. അതും രമണ മഹർഷി അറിഞ്ഞിരുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിലുണ്ട്. അപ്പം സത്വഗുണം കൂടിയിട്ടുള്ള ആൾക്കാര് എല്ലാ സങ്കടങ്ങളിൽ നിന്നും മോചിതരാണ്. ഭഗവാൻ എന്താണോ കൽപ്പിച്ച് തന്നിട്ടുള്ളത് അതിലവര് സന്തോഷിക്കുകയാണ് ചെയ്യണത്. രജോ ഗുണം കൂടിയാലോ, രജസ് കൂടിയാല് ദേഹസ്ഥനായ ജീവനെ അത് ഭൗതികമായിട്ടുള്ള സുഖ സൗകര്യങ്ങളില് പിടിച്ചു കെട്ടിയിടും. കിട്ടിയത് പോരാന്ന് വിചാരിച്ചിട്ട് ആ ഫലം വേണം, ഇതിന് ഈ ഫലം കിട്ടിയേ തീരൂ, അല്ലെങ്കിൽ ഞാൻ എല്ലാവരോടും ദേഷ്യപ്പെടും. അങ്ങനെയുള്ള ഒരു വിചാരമാണ് രജസ് കൂടിയാല് ഉണ്ടാവുക. ഇനി തമസ് കൂടിയാലോ, തമസ് വർദ്ധിച്ചാല് വ്യാമോഹമാണ് ഉണ്ടാവുക. അതിന്റെ ലക്ഷണങ്ങള് പ്രമാദം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ, ശരിയായിട്ട് എല്ലാം തലകീഴായിട്ട് ധരിക്കുള്ളൂ. പിന്നെ അലസത,
നിദ്ര, എപ്പോഴും ഉറങ്ങണം എന്നുള്ള ആ ഒരു വിചാരമാണ് തമസ് കൂടിയാൽ ഉണ്ടാവുക. അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ബുദ്ധിയും വിവേകവും തന്നിട്ടാണ് ഏറ്റവും വലിയ സൃഷ്ടിയായിട്ടുള്ള നമ്മളെയൊക്കെ ഭഗവാൻ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത്. എന്നിട്ട് അതിന് ഉദാഹരണം പറഞ്ഞു. തമോ ഗുണത്തിന് കാക്കയാണ്, അതിന്റെ ഭക്ഷണം പോലും അങ്ങനത്തെ വസ്തുക്കളാണ്. രജോ ഗുണത്തിന് തേനീച്ചയാണ്, അത് എപ്പോഴും പ്രവൃത്തി നിരതമായിരിക്കും, എന്നിട്ട് കൂട്ടി കൂട്ടി വെക്കും, അത് വല്ലവരും എടുത്തുകൊണ്ട് പോകും. പിന്നെ സത്വഗുണത്തിന് അരയന്നവും ആക്കുന്നു. സത്വം എന്തുണ്ടാവും? സുഖം ഉണ്ടാക്കുന്നു. സുഖം കൊണ്ട് മൂന്നും ബന്ധനം തന്നെയാണ്. പൂന്താനം പറഞ്ഞില്ലേ, പൊന്നിൻ ചങ്ങല ഒന്നിപ്പറഞ്ഞതിൽ ഒന്ന് ഇരുമ്പ് കൊണ്ടൊന്നത്രേ ഭേദങ്ങൾ, രണ്ടു നാലും എടുത്ത് പണി ചെയ്ത മിശ്രമാണ് മൂന്നാമത്തെ ബന്ധനം എന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടായാലും നമ്മളെ കെട്ടിയിട്ടത് സ്വർണ്ണ ചങ്ങല കൊണ്ടായാലും ബന്ധനം തന്നെ പാരില്ല അല്ലേ? അതുകൊണ്ട് സത്വഗുണിയാണ് ഞാൻ നേരിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നു പറയാൻ പറ്റില്ല. അത് സത്വം വർദ്ധിച്ചാലും അതിനോടൊരു ആകർഷണം വരും. ഞാൻ വലിയ പണ്ഡിതൻ, എനിക്ക് എത്രയാണ് പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള, എൻ്റെ വീട്ടിലെ ഷെൽഫ് നിറച്ചും ആധ്യാത്മിക പുസ്തകങ്ങളാണ്, നിങ്ങൾക്കുണ്ടോ? അങ്ങനെയൊക്കെയുള്ള ഒരു തോന്നൽ വന്നേക്കും. അങ്ങനെയാണ് സത്വം ബന്ധിക്കുക. രജോ ഗുണോ കർമ്മം ചെയ്യുക. ഇനി ഒരു വീട് ആ നഗരത്തിൽ വേണം, ഇവിടെ അത് വേണം, ഇത് വേണം, എല്ലാ ദിക്കിലും എനിക്ക് വീടുണ്ട്, സ്വന്തക്കാരിന്റെ പണം കൂടുമ്പോ ആൾക്കാർ ചുറ്റും കൂടുമല്ലോ. അങ്ങനെയുള്ളതാണ് ഈ രജോ ഗുണത്തിന്റെ ബന്ധനം. തമോ ഗുണാണെങ്കിലോ ഒന്നുമില്ല, പോയിട്ട് ഭ്രാന്ത് വരെ എത്തും. അങ്ങനെ വിവേകം ഇല്ല, സ്വന്തമായിട്ടും ഇല്ല, ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ അത് സ്വീകരിക്കുകയും ഇല്ല. പിന്നെ പറഞ്ഞു, ചിലപ്പോൾ സത്വഗുണം മറ്റതിനെ രണ്ടിനെയും തോൽപ്പിക്കും. ചിലപ്പോൾ രജസ് കീഴടക്കും, ചിലപ്പോൾ തമസ് കീഴടക്കും. ഇത് നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. രജസും തമസും നമ്മളെ കീഴടക്കാനായിട്ട് നമ്മൾ അനുവദിക്കരുത്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ് പറഞ്ഞത്, പരിശീലനം കൊണ്ട് സത്വഗുണം വളർത്തി രജസിനെയും തമസിനെയും തോൽപ്പിക്കാം. അങ്ങനെ ഭൗതിക പ്രകൃതിക്ക് 3 ഗുണങ്ങൾ ഉണ്ടെങ്കിലും സ്ഥിര നിശ്ചയം അല്ലെങ്കിൽ നിശ്ചയദാർഢ്യം, ദൃഢത ഉള്ളവർക്ക് തമസിനെയും രജസിനെയും മാറ്റിക്കളഞ്ഞ് സത്വത്തിലൂടെ മുന്നേറാം. വാൽമീകി മഹർഷിയല്ലേ, അതുപോലെ ആയിരുന്നില്ലേ രത്നാകരൻ എന്ന് പറയുന്ന കാട്ടുകൊള്ളൻ? കടുത്ത താമസനായിരുന്നു, എല്ലാവരെയും ദ്രോഹിക്കുന്ന ആളായിരുന്നു. പക്ഷെ പിന്നീട് എന്തായി? എത്രയോ വലിയ സത്വഗുണിയായി മാറി. പിന്നെ അതിനേക്കാളും വലിയ ഗുണാതീതനായിട്ടും മാറി. പിന്നെ ഇതുപോലെ 3 ഗുണങ്ങൾ നമ്മളെ കെട്ടി വലിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ശാന്തനൊന്നും ആവണ്ട, വന്ന് കുറച്ച് പണികളൊക്കെ ചെയ്യും, കുറച്ച് പണമൊക്കെ സമ്പാദിക്കുക, സുഖം അനുഭവിക്കുക, യാത്രകൾ പോകൂ എന്നൊക്കെ പറഞ്ഞ് ഒരു കൂട്ടർ ഇങ്ങനെ പിടിച്ചു വലിക്കും. മറ്റേ ആള് പറയും, ഭഗവത്ഗീത വായിക്കൂ, അല്ലെങ്കിൽ തത്വശാസ്ത്രങ്ങൾ ഇവിടെ എത്രയാണുള്ളത്, അങ്ങനത്തെ ഒക്കെ എടുത്ത് വായിക്കൂ എന്ന് പറയും. മറ്റേ ആള് പറയും, എന്തിനാ വെറുതെ സമയം കളയുന്ന, ഉറങ്ങിയ എന്തൊരു സുഖം, ഉറങ്ങിക്കോളൂ എന്നിങ്ങനെ 3 ആൾക്കാരും പിടിച്ചു വലിക്കും. അതിലൊന്നും വീഴരുത്. പിന്നെ അങ്ങനെ ശരീരത്തിലുള്ള സർവദ്വാരങ്ങളും സാത്വിക ലക്ഷണങ്ങൾ ഉള്ളവർക്ക് തെളിഞ്ഞു നിൽക്കും. പ്രത്യേകിച്ച് മുഖത്ത് നോക്കുമ്പോൾ കണ്ണാണ് കണ്ണ് എപ്പോഴും സന്തോഷം നിറഞ്ഞതായിരിക്കും. അപ്പോൾ ആ ആള് സത്വഗുണിയാണ് എന്ന് മനസ്സിലാക്കാം. ആളുടെ കണ്ണിന് എന്തൊരു തിളക്കാണ് എന്ന് പറയില്ലേ, അതേപോലെ അവർ ആന്തരികമായും ബാഹ്യമായിട്ടും പരിശുദ്ധരാണ്. സന്തുഷ്ടിയാണ് എല്ലാ സ്ഥലത്തും ഉണ്ടാവുക. അത് കാണണം, അല്ലെങ്കിൽ ഇത് കേൾക്കണം, ഇത് മണക്കണം, ആഹാരം മാത്രം കഴിക്കണം എന്നുള്ള വിചാരമൊന്നും അവർക്കുണ്ടാവില്ല. എപ്പോഴും അവര് സന്തുഷ്ടരായിരിക്കും. ഇനി രജോ ഗുണാണ് വർദ്ധിച്ചാലോ കഠിനമായിട്ടുള്ള പ്രയത്നം, പണം വാരി പിടിക്കുക, എത്ര കിട്ടിയാലും പോരാന്ന് തോന്നും. തമോ ഗുണാണെങ്കിൽ വ്യാമോഹം, നിദ്ര ഒക്കെയാണ് ഉണ്ടാവുക. ഇനി മരിക്കുമ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. സാത്വിക ആളുകൾ മരിക്കുമ്പോൾ ഋഷിമാരുടെ ലോകത്തിലേക്കാണ് പോവുക. ഗുണാതീതനാണെങ്കിൽ ഭഗവാന്റെ അടുത്തേക്ക് എത്തും. സാത്വികരാണെങ്കിൽ ഋഷിമാരുടെ ലോകം വരെ, ഉത്കൃഷ്ടമായിട്ടുള്ള ഭൂമിയെക്കാളും ഉയർന്ന ലോകങ്ങളിൽ അവരെത്തും.
രജോ ഗുണിയാണെങ്കിൽ വീണ്ടും ഭൂമിയിൽ തന്നെ ജനിക്കും. കർമ്മം ചെയ്യുന്നവരുടെ ഇടയിൽ, അല്ലാണ്ട് പാപികളുടെ ഇടയിലല്ല ജനിക്കുക, കർമ്മം ചെയ്യുന്നവരുടെ ഇടയിൽ തന്നെ ജനിക്കും. തമോ ഗുണികള് മൃഗങ്ങളായിട്ടും ജനിക്കും. സത്കർമ്മങ്ങൾ അല്ലെങ്കിൽ സാത്വിക കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ ഫലം സ്വർഗീയമാണ്. രജോ ഗുണത്തിന്റെ ഫലം ദുഃഖമാണ്. തമോ ഗുണത്തിന്റെ ഫലം അജ്ഞാനമാണ്, മൂഢതയാണ്, അവർ വിഡ്ഢികൾ എന്നറിയപ്പെടും എന്ന് പറഞ്ഞു. ഇത്രയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇനി 16ാമത്തെ ശ്ലോകം 3 ഗുണത്തിന്റെയും ഫലങ്ങളാണ് പറയുന്നത്. കർമ്മണ സുകൃതസ്യാഹു സാത്വികം നിർമ്മലം ഫലം രജസസ്തു ഫലം ദുഃഖം അജ്ഞാനം തമസ ഫലം. പറയുമ്പോ തന്നെ അറിയുന്നില്ലേ അർത്ഥങ്ങള്? കർമ്മണം സത്വഗുണം ആണ് ചെയ്യുന്നതെങ്കിൽ സുകൃതമാണ് ഫലം. ഭാവിയിലേക്ക് നമുക്ക് കൊണ്ടുപോകേണ്ട മാറാപ്പുണ്ടാവും വാസനകളായിട്ട്. ഈ സൂക്ഷ്മ ശരീരം നമ്മളുടെ ഈ ഭൗതിക ശരീരത്തിന് എന്തായാലും വിട്ടു പോകൂലോ ഒരിക്കൽ. ചിലപ്പോൾ 100 വയസ്സായിട്ടാവും. എപ്പോഴായാലും അത് പോകുന്ന സമയത്ത് ആ കൊണ്ടുപോകുന്നത് സുകൃതങ്ങളായിരിക്കും, സാത്വികന്മാരുടെയൊക്കെ. നിർമ്മലമായിരിക്കും. രജസസ്തു ഫലം ദുഃഖം. പക്ഷെ രജസാണെങ്കിലോ അവർക്ക് ദുഃഖമായിരിക്കും അനന്തരഫലം ഉണ്ടാവുക. അജ്ഞാനം തമസ ഫലം. താമസ പ്രവൃത്തികളുടെ ഫലം അവിവേകവുമാണ്. മുമ്പ് പറഞ്ഞത് തന്നെ. 17 സത്വാത് സംജായതേ ജ്ഞാനം രജസോ ലോഭ ഏവ ച പ്രമാദമോഹൗ തമസോ ഭവതോ അജ്ഞാനമേവ ച. പറഞ്ഞുല്ലോ, ജന്തുക്കളെ ഹിംസിച്ച് ഭക്ഷണം കഴിച്ച് സന്തോഷിക്കുന്ന ആൾക്കാര് മരിച്ചു പോകുമ്പോ എന്തുണ്ടാവും? ആ ജന്തുക്കൾ തന്നെ വന്നിട്ടായിരിക്കും അവരെ തിന്നുക. ആരാണോ കൊന്നത് ആ ജന്തുക്കൾ പിന്നെ വന്ന് നമ്മളെ തിന്ന ആൾക്കാരെ അല്ലെങ്കിൽ കൊല്ലാൻ കൂട്ടുനിന്ന ആൾക്കാരുടെ ശത്രുക്കളായിട്ട് ജനിക്കും എന്ന് പറഞ്ഞു. അപ്പം ഒരാളൊരു കൂറ്റൻ വീടുണ്ടാക്കി വിചാരിക്കാം. അത് എത്ര അധ്വാനിച്ചിട്ടാണ്, എത്ര പണം ചെലവാക്കിയിട്ടാണ്, എത്ര ക്ലേശം അനുഭവിച്ചിട്ടാണ്. അതിൻ്റെയൊക്കെ അനന്തരഫലമായിട്ട് നല്ല സന്തോഷം തോന്നും കുറച്ച് സമയത്തേക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ ആ ലോണുകാര് ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങും. അങ്ങനെ ജ്യോത്സ്യന്മാര് പറയും ഈ വീടാണ് നിങ്ങളുടെ എല്ലാ ദുഃഖത്തിനും കാരണം, അത് കൊടുക്കണം എന്ന് പറയും. പിന്നെ അത് വിൽക്കാനായിട്ട് നടക്കും. അങ്ങനെ എത്രയോ കഷ്ടമാണ് ആ രജസിലൊക്കെ ഉള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ തമസിലുള്ള ആൾക്കാരുടെ ഫലം. പക്ഷേ സത്വഗുണികൾക്ക് ഇങ്ങനെയുള്ള യാതൊരു വിഷമവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ശ്ലോകം 18ാമത്തെ ശ്ലോകം. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥ മധ്യേ തിഷ്ഠന്തി രാജസ ജഘനി അഗുണവൃത്തിസ്ഥ അധോ ഗച്ഛന്തി താമസ. രജസും തമസും ഭൂമിയിൽ തന്നെയാണ്. സാത്വികര് ഉയർന്ന ലോകത്തിലേക്ക് പോവും. പക്ഷെ അത് സാത്വിക പ്രവൃത്തികളിൽ കൂടി മാത്രമേ പറ്റുള്ളൂ. അല്ലാണ്ട് എത്രയോ പണം ഉപയോഗിച്ചാലും വിമാനം ഉണ്ടാക്കിയാലും മാജിക് കാണിച്ചാലും ഒന്നും, ശാസ്ത്രജ്ഞന്മാരായാലും ഒന്നും ഉയർന്ന ലോകത്തേക്ക് പോകാനായിട്ട് സാധിക്കില്ല. കുറച്ച് ബുദ്ധിമുട്ടി ഈ ഏകാദശി തുടങ്ങിയിട്ടുള്ള വ്രതങ്ങൾ എടുത്ത് നാമജപം നടത്തി ചായ കാപ്പിയൊക്കെ ഉപേക്ഷിച്ച് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള വസ്തുക്കളൊക്കെ ഏറ്റവും കുറച്ച് സാത്വിക ഭക്ഷണം, ഇനി 17ാമത്തെ അധ്യായത്തിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ജീവിക്കുന്നവർ തീർച്ചയായിട്ടും ഉന്നതമായിട്ടുള്ള ഗ്രഹങ്ങളിൽ എത്തുന്നതാണ് എന്ന് പറഞ്ഞു. നാന്യം ഗുണേഭ്യ കർത്താരം യഥാ ദ്രഷ്ടാനുപശ്യതി ഗുണേഭ്യശ്ച പരം വേത്തി മദ്ഭാവം സ്വധിഗച്ഛതി. ചിട്ടയായ ജീവിതത്തിലൂടെ സാത്വിക ഗുണങ്ങൾ അനുവർത്തിക്കുന്നതിലൂടെ മദ്ഭാവം, ഭഗവാന്റെ ഭാവം തന്നെ എത്തുന്നതാണ്. എല്ലാവർക്കും അങ്ങനെയുള്ള ആൾക്കാരോട് ഒരു സ്നേഹമായിരിക്കും. അവരെ കാണാൻ സന്തോഷം. അവര് വർത്താനം പറയുമ്പോൾ അല്ലെങ്കിൽ അവരൊന്ന് ഫോൺ ചെയ്യുമ്പോൾ ഓടിച്ചെന്ന് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അവര് നിർത്തിയാൽ മതി എന്നൊക്കെ തോന്നും.
അങ്ങനെ അല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്കത് കാണുമ്പോൾ എടുക്കാൻ തന്നെ തോന്നില്ല. അതാണ് ഈ സത്വം ഏറ്റവും നമ്മളെ ആകർഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി 20ാമത്തെ ശ്ലോകം. ഗുണാനേതാന്യതീത്യത്രീൻ ദേഹി ദേഹസമുദ്ഭവാൻ ജന്മ മൃത്യുജരാ ദുഃഖൈർവിമുക്തോ അമൃതമശ്നുതേ. അതുകൊണ്ട് എന്ത് വേണം? ഈ 3 ഗുണങ്ങളെയും, അത് ശരീരത്തിനെ സംബന്ധിക്കുന്ന 3 ഗുണങ്ങളെയും അതിക്രമിക്കാൻ സാധിക്കണം നിനക്ക്. അപ്പോൾ ശരീരസ്ഥനായ ജീവനെ ക്ലേശങ്ങളിൽ നിന്നും മുക്തനായി ഈ ജീവിതത്തിൽ തന്നെ അമൃതം ആസ്വദിക്കാം. കണ്ടില്ലേ, ഇപ്പൊ ആ ചിത്രത്തിൽ കാണുന്ന അച്ഛനും അമ്മയും കുട്ടിയും എത്ര സന്തോഷത്തോടു കൂടിയാണ് അവരവരുടെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നുണ്ട്, അവരുടെ വീട്ടിൽ താമസിക്കുന്നുണ്ട്, പൂന്തോട്ടം ഉണ്ടാക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്. പക്ഷെ അവരെപ്പോഴും സന്തുഷ്ടരാണ്. അതിന് കാരണം എന്താ? ഈ 3 ഗുണങ്ങളെയും അവര് അതിക്രമിച്ചു കഴിഞ്ഞു. ഭഗവാനോട് അവർ ചേരാനുള്ള അർഹത നേടിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് 20ാമത്തെ ശ്ലോകത്തില് അതാണ് പറയുന്നത്. അമൃതത്തിനെ ഈ ജന്മം തന്നെ അവർക്ക് അനുഭവിക്കാൻ സാധിക്കും. മരിച്ചു കഴിഞ്ഞു പോയിട്ട് സ്വർഗത്തിലെ തന്നെ അനുഭവിക്കണം എന്നുള്ള ആ സുഖം, സ്വർഗീയമായിട്ടുള്ള ആ സന്തോഷം, പരമാനന്ദം ഈ ജന്മത്തിൽ തന്നെ ഞാൻ തരും നിങ്ങൾക്ക് എന്നാണ്. അതിന് എന്ത് വേണം? ആദ്യം തമസിനെ പുറത്താക്കണം, എപ്പോഴും ഉറങ്ങണം, അല്ലെങ്കിൽ മാംസാഹാരം കഴിക്കണം, കള്ളു കുടിക്കണം, കണി കണ്ട ആൾക്കാരുടെ ഒക്കെ കൂടെ പോകണം, അങ്ങനെയുള്ള വിചാരങ്ങളൊക്കെ ഉപേക്ഷിച്ച് ആ താമസത്തിൽ നിന്നും രക്ഷപ്പെടണം. പിന്നെ രജോ ഗുണം, സമ്പാദിക്കേണ്ടെന്നല്ല, ആവശ്യത്തിനുള്ളത് വേണം. പിന്നെ കിട്ടുന്നതിന്റെ ഒരു ഭാഗം ദാനം ചെയ്യണം, മറ്റുള്ളവരോട് ബഹുമാനം വേണം. എങ്ങനെ? പലതരം ആൾക്കാരല്ലേ, അപ്പൊ അതിൽ നമ്മളോട് തുല്യമായിട്ടുള്ളവരോടൊക്കെ മൈത്രി ഭാവം ഉണ്ടാകണം, അസൂയ ഉണ്ടാകാൻ പാടില്ല. അവര് ചെയ്യണതിന്റെ ഗുണം അവർക്ക് കിട്ടുന്നു, അല്ലെങ്കിൽ ഇനി കിട്ടാൻ പോകുന്നു എന്നും അതൊക്കെ ഈശ്വരൻ നോക്കിക്കോളും. നമ്മൾ അവരുടെ കാര്യമൊന്നും നോക്കണ്ട. പരധർമ്മം ഭയാവഹാണ്. അങ്ങനെ ഈ ലോകത്തില് നന്നായിട്ട് ജീവിച്ചാല് ഭഗവാന്റെ ലോകത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. അത് രാജസാണെങ്കിൽ അത് വേണം ഇത് വേണം എന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടാകാതെ പ്രകൃതി എന്താണോ തരുന്നത് അത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക. അയ്യോ, എനിക്ക് ഇങ്ങനെയല്ലേ ഒരു വിവാഹം ഉണ്ടായത്, അല്ലെങ്കിൽ വേറെ എത്രയാണെങ്കിൽ എത്രയോ ഗുണങ്ങൾ ഉണ്ടായിരുന്നു, അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ഇതായിരിക്കും നമ്മളുടെ അർഹതപ്പെട്ടത്, അതുകൊണ്ടാണ് അത് വന്ന് ഭവിച്ചത് എന്ന് വിചാരിച്ചിട്ട് അതിൽ സന്തോഷം കണ്ടെത്തണം. ഇനി 21ാമത്തെ ശ്ലോകം. അർജുന ഉവാച. ഇത്രയും ഗുണങ്ങളെയൊക്കെ പറ്റി പറഞ്ഞപ്പോ അർജുനൻ സംശയം ചോദിക്കാണ്. അപ്പം അങ്ങ് പറഞ്ഞല്ലോ ഇത് 3 ഗുണങ്ങളാണ്, അതെനിക്ക് മനസ്സിലായി. 3 ദോഷമുള്ളവയാണ് എന്ന് മനസ്സിലായി. ഇനി അതിനെ എങ്ങനെയാണ് അതിവർത്തിക്കുക എന്നാണ്. ഈ അർജുനൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംശയം ചോദിക്കില്ലേ. 2ാമത്തെ അധ്യായത്തില് ഭഗവാൻ സ്ഥിതപ്രജ്ഞനാകണം അർജുന എന്ന് പറഞ്ഞപ്പോ ചോദിച്ചു, സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ? സ്ഥിതപ്രജ്ഞന്റെ രൂപം എങ്ങനെയാണ്, അയാളുടെ പ്രവൃത്തികൾ എങ്ങനെയാണ്, നടക്ക എങ്ങനെയാ, ഇരിക്കുക എങ്ങനെയാന്നൊക്കെ ചോദിച്ചു. ആർക്ക് വേണ്ടിയിട്ടാ? നമുക്കൊക്കെ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഭഗവത്ഗീതയിൽ ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അർജുന ഉവാച 21. കൈർലിംഗൈ സ്ത്രീൻ ഗുണാനേതാൻ അതീതോ ഭവതി പ്രഭോ കിം ആചാര കഥം ച ഏതാൻ സ്ത്രീൻ ഗുണാൻ അതിവർത്തതേ. അങ്ങ് പറഞ്ഞല്ലോ കൃഷ്ണ, 3 ഗുണങ്ങളെയും അതിവർത്തിക്കലാണ് മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യമെന്ന്. അതെങ്ങനെയാണ് സാധിക്കുക? ഇതിനെ അതിവർത്തിച്ച ആൾക്കാരുടെ കൈർലിംഗ എന്ന് പറഞ്ഞാൽ എന്താണ് ലക്ഷണം? അതീതോ ഭവതി പ്രഭോ, 3 ഗുണങ്ങളെയും അതിക്രമിച്ച ആളുടെ ലിംഗം എന്ന് പറഞ്ഞാൽ അടയാളം, അടയാളങ്ങൾ, ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? കിം ആചാര, അയാൾ എന്തൊക്കെയാണ് പ്രവൃത്തികൾ ചെയ്യുക? പിന്നെ ഇതിന് ഗുണാതീതനായി കഴിഞ്ഞ ഒരാളുടെ പ്രവൃത്തി എങ്ങനെ, നടപ്പ് എങ്ങനെ, ഉറക്കം എങ്ങനെ, ഭക്ഷണം എങ്ങനെ? ത്രീൻ ഗുണാൻ അതിവർത്തതേ കഥം ച ഏതാൻ, ഇതെങ്ങനെയാണ് അതിവർത്തിക്കാൻ പറ്റുക എന്നും കൂടി പറഞ്ഞു തരണേ എന്ന് പറഞ്ഞു. ശ്രീ ഭഗവാനുവാച. ആദ്യ ലക്ഷണം പറയണം. പ്രകാശം ച പ്രവൃത്തിം ച മോഹം ഏവ ച പാണ്ഡവ ന ദ്വേഷ്ടി സംപ്രവൃത്താനി ന നിവൃത്താനി കാംക്ഷസി.
പ്രകാശത്തിന്റെയോ ആസക്തിയുടെയോ വ്യാമോഹത്തിന്റെയോ സാന്നിധ്യത്തിൽ ആർക്ക് വെറുപ്പുണ്ടാകുന്നില്ലയോ, അവയുടെ അസാന്നിധ്യത്തിൽ അത് വേണം എന്ന ആഗ്രഹം ഉണ്ടാകുന്നില്ലയോ. അപ്പൊ നമുക്ക് നമ്മളെ തന്നെ ഇങ്ങനെ നോക്കാം. സന്തോഷം തരുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ദുഃഖം തരുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും വല്ലാതെ കുറ്റം പറയാതെ എന്റെ കർമ്മഫലമായിരിക്കും എന്ന് വിചാരിച്ച് സ്വീകരിക്കുന്നത് ആരാണോ, പ്രകൃതി ഗുണങ്ങൾ ഉളവാക്കുന്ന പ്രതികരണങ്ങളിൽ പ്രക്ഷുബ്ധനാവാതിരിക്കുന്നത് ആരാണോ, അവരാണ് സത്വഗുണികൾ എന്നറിയുക. ഉദാസീനനും അവയ്ക്ക് അതീതനും ആരാണോ ആയിരിക്കുന്നത്, ആ ഗുണങ്ങളൊക്കെ വന്ന് ഭവിക്കുമ്പോ, സങ്കടം വരുമ്പോ, ഉറക്കമല്ലാതെ എന്തൊരു കഷ്ടാണ്, ഇങ്ങനെ ഉറങ്ങിയ എന്താ ചെയ്യാ, അല്ലെങ്കിൽ എന്തൊരു ചൂടാണ്, ഇതെന്ന് തുടങ്ങിയതാണ്, അങ്ങനെ ഒന്നിനെയും കുറ്റം പറയാതെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ഉദാസീന ഭാവത്തോടു കൂടി ഇരിക്കുന്നവൻ ആരാണോ, ആത്മനിഷ്ഠനായിട്ട് സുഖദുഃഖങ്ങളെ തുല്യനിലയിൽ കാണുന്നത് ആരാണോ, ആരുടെ ദൃഷ്ടിയിലാണോ മണ്ണും കല്ലും പൊന്നും ഒരുപോലെ ഇരിക്കുന്നത്. ഈ 3 ശ്ലോകങ്ങളുടെ ഒരുമിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. മറ്റുള്ളവരുടെ നിന്ദകളിലും സ്തുതികളിലും അപമാനത്തിലും ബഹുമാനത്തിലും ഒക്കെ സമചിത്തനും ആരാണ്, അതാണ് ഗുണാതീതൻ. 22, 23, 24, 25 4 ശ്ലോകത്തില് ഗുണാതീതന്റെ ലക്ഷണങ്ങളാണ് പറയുന്നത്. പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവ ന ദ്വേഷ്ടി സംപ്രവൃത്താനി ന നിവൃത്താനി കാംക്ഷതി. ഒന്നും എന്തു വന്നാലും സമചിത്തതയോടെ സ്വീകരിക്കും. 23 ഉദാസീനവദാസീനോ ഗുണൈര്യോ ന വിചാല്യതേ ഗുണാവർത്തന്ത ഇത്യേവ യോ അവതിഷ്ഠതി നേംഗത. പറഞ്ഞ പോലെ തന്നെ ഉദാസീന ഭാവം ഉണ്ടാകണം. ഗുണങ്ങൾ വന്ന് നമ്മളെങ്ങനെ പിടിച്ചു വലിക്കും, പാവകളിക്കാരനെ പോലെ. പക്ഷെ അതില് ഇത് ഇന്നതാണ് കാരണം, ഞാൻ ഏതോ ജന്മത്തിൽ ചെയ്തിട്ടുള്ള എന്തോ പ്രവൃത്തിയുടെ ദുഃഖമാണ് ഇപ്പൊ വന്നിട്ടുള്ളത് എന്ന് വിചാരിച്ച് ഇളകാതെ അങ്കതേ എന്ന് പറഞ്ഞതാണ്. ആ മനസ്ഥിതി സങ്കടകരമായി മാറാതെ സ്ഥിരചിത്തനായിട്ടിരിക്കുക. പിന്നെ സമദുഃഖ സുഖ സ്വസ്ഥ, വായിക്കുമ്പോ തന്നെ അർത്ഥം അറിഞ്ഞൂടെ. ദുഃഖത്തിലും സുഖത്തിലും സമഭാവം, സ്വസ്ഥനാവും. എന്താ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു ആന കുത്താൻ വരുന്നു എന്ന് പറഞ്ഞാലും ഒരു അനക്കമില്ലല്ലോ എന്ന് തോന്നും മറ്റുള്ളവർക്ക്. അങ്ങനെ ആ സ്വസ്ഥ മനോഭാവം. ചിലര് രാഷ്ട്രീയത്തിന്റെ അങ്ങോട്ട് ചൂട് പിടിച്ച് ചർച്ച ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ TV-യിലൊക്കെ ഉള്ള ആ ചർച്ച കാണാനിരിക്കില്ലേ. അതുപോലെ ഓഹരി വിപണി, അതിന്റെ നഷ്ടത്തിനും കയറ്റത്തിനും ഒക്കെ അനുസരിച്ച്, അല്ലെങ്കിൽ പരസ്യങ്ങളുടെ പിന്നാലെ പോവുക, സിനിമകളുടെ പിന്നാലെ പോവുക, സമൂഹത്തിലെ ഓരോ കാര്യങ്ങളുടെ കുറ്റം പറയാനൊക്കെ നിൽക്കുക. അങ്ങനെയുള്ള യാതൊരു ഇതിലും ഇടപെടാതെ സ്വസ്ഥനായിരിക്കും. പിന്നെ ഒരു ഗുണം പറയണത് സമലോഷ്ട അശ്മ കാഞ്ചന. അത് അത്ര എളുപ്പമല്ല. കാഞ്ചനം സ്വർണം, അശ്മം കല്ല്, ലോഷ്ടം മൺകട്ട. ഇതിനെ 3നും ഒരുപോലെ ആയിരിക്കും ഈ ഗുണാതീതൻ കണ്ട് മനസ്സിലാക്കുക. തുല്യപ്രിയ അപ്രിയൻ. പ്രിയൻ പറയണം, പ്രിയം, നിങ്ങളുടെ ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട്, പിന്നെ എന്താ ഇത്രയും ഒരു നല്ലത്, അങ്ങനെ ഗുണങ്ങള് സ്തുതികള് പറയുന്ന ആളായാലും പിന്നെ എന്ത് പറ്റി, അല്ലേ ബുദ്ധിമുട്ടാണല്ലോ കാണുമ്പോ, ആരെങ്കിലും ചീത്ത പറയും, അങ്ങനെ ഒരു വിഷമിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നതായിക്കോട്ടെ, രണ്ടും ഒരേപോലെ എടുക്കുക, ഒരു പുഞ്ചിരിയോടുകൂടി നേരിടാം. തുല്യനിന്ദ ആത്മസംസ്തുതി, മുഖസ്തുതിയിലൊന്നും വീഴാതെ ഇങ്ങനെ ഭഗവാന്റെ ആളാണ് ഞാൻ എന്നുള്ള പോലെ നടക്കുന്നവൻ ആണ് ഗുണാതീതൻ. 25 അത് തന്നെയാണ് പറയുന്നത്. മാനാപമാനയോ തുല്യ തുല്യോ മിത്ര അരിപക്ഷയോ സർവ ആരംഭ പരിത്യാഗി ഗുണാതീത സ ഉച്യതേ. ഇതൊക്കെയാണ് ഗുണാതീതന്റെ ലക്ഷണങ്ങൾ. മാനത്തിലും അപമാനത്തിലും തുല്യഭാവം, ശത്രുവിലും മിത്രത്തിലും ഒരേപോലെ. ആള് ശത്രുവാണ്, എനിക്ക് ഇന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ദ്രോഹം ചെയ്തിട്ടുള്ള ആളാണ്, അയാൾക്ക് ദോഷം തന്നെ വരണം. അല്ലെങ്കിൽ വേറെ ആളെ കാണുമ്പോ എനിക്ക് എപ്പോഴും നന്മ ചെയ്യുന്ന ആളാണ്, ആ ആൾക്ക് മാത്രം ഞാൻ ഉപകാരം ചെയ്യും എന്നുള്ള ആ വിചാരം, അത് പാടില്ല. ഇനി 26-ാമത്തെ ശ്ലോകം.
മാം ചയോ അവ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സഗുണാൻ സമതീതയേത്യാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. അചഞ്ചലമായ ഭക്തി വേണം. അവ്യഭിചാരേണ എന്ന് പറഞ്ഞാൽ വ്യഭിചരിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ പിന്നാലെ അങ്ങനെ പോവുക, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വേറെ ആളുടെ പിന്നാലെ പോവുക. അങ്ങനെ ചഞ്ചല മനസ്കരായിട്ട് ഓരോന്നിന്റെയും പിന്നാലെ, ഓരോ സുഖ സൗകര്യത്തിന്റെയും പിന്നാലെ പോവാതെ ഭഗവാനിൽ മാം ചയോ അവ്യഭിചാരേണ ഭക്തിയോഗേന ഉറച്ച ഭക്തി ഉണ്ടാകണം. സേവതേ സേവകൾ ചെയ്യണം. സ ഗുണാൻ സമതീതൻ അങ്ങനെയുള്ള ആളാണ് ഗുണങ്ങളെ അധികരിച്ച ആള് എന്നറിയുക. ആ ആളാണ് ബ്രഹ്മഭൂയായ കൽപ്പതേ ബ്രഹ്മമായിട്ട് ഭവിക്കാൻ അർഹത നേടിയിട്ടുള്ള ആൾ എന്നറിയുക. ഇപ്പൊ ഗുണാതീതനാവണം. ആ ഗുണാതീതനായാൽ ഭഗവാനിലേക്ക് ചേരാനുള്ള അർഹത നേടും എന്ന് പറഞ്ഞു. അതിനുള്ള അർഹത എന്ന് പറയുമ്പോൾ പ്രഭുപാദര് പറയുന്നുണ്ട്, ഒരു രാജാവിന്റെ കൊട്ടാരത്തില് ഒരു ജോലിക്കാരനാവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അതിന്റെ എല്ലാ അനുഭവം, ഇപ്പൊ ഗുരുവായൂർ ദേവസ്വത്തിൽ ഒരു ജോലിക്കാരനാണെങ്കിൽ ക്യൂ നിൽക്കണ്ട, ഭഗവാനെ ഇപ്പൊ വേണമെങ്കിൽ തൊഴാം, പ്രസാദം എങ്ങനെ വേഗത്തിൽ കിട്ടും, അവരുടെ ആശ്രിതന്മാർക്കും കിട്ടും അതുപോലെ. അങ്ങനെ അപ്പൊ രാജാവിന്റെ ആശ്രിതനായാലും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ആവണമെങ്കിൽ പക്ഷെ എന്ത് വേണം? പല ഗുണങ്ങളും ഉണ്ടായിരിക്കണം. എന്ത് പറഞ്ഞാലും മന്ദബുദ്ധിയുടെ പോലെ ഇരുന്ന രാജാവ് സേവകനാക്കുക. ഒരിക്കൽ ഇതുപോലെ രണ്ടുപേര് കൂടിയിട്ട് രാജാവിന്റെ കൊട്ടാരത്തിൽ ഒരു പരിചാരകൻ എന്ന വേലയ്ക്ക് ചെന്നു. അതിലൊരാൾക്ക് കൊടുത്തു, മറ്റാൾക്ക് കൊടുത്തില്ല. അപ്പൊ മറ്റാള് മന്ത്രിയോട് പോയിട്ട് ചോദിച്ചു, എന്താ എനിക്ക് തരാതിരുന്നത് എന്ന്. മന്ത്രി പറഞ്ഞു, ശരി, നീ ഒരു കാര്യം ചെയ്യും. അപ്പൊ ഒരു കാളവണ്ടി റോട്ടിൽ കൂടെ പോണുണ്ടായിരുന്നു. ആ കാളവണ്ടിയിൽ എന്താന്ന് ചോദിച്ചിട്ട് വാ. ഒറ്റ ഓട്ടം കേട്ടത് പകുതി ഓടിപ്പോയിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, അതിലേ എന്തോ ഒരു കിഴങ്ങാണ് എന്ന് പറഞ്ഞു. അതെങ്ങടാ പോണത് എന്ന് ചോദിച്ചു. അത് ഞാൻ ചോദിച്ചില്ല, എന്നാ ചോദിച്ചിട്ട് വരൂ. അപ്പൊ അയാൾ ഓടിപ്പോയിട്ട് പറഞ്ഞു, അത് കൊല്ലത്തേക്ക് പോവാണ്. എത്ര ദൂരത്തുനിന്ന് അവര് വരണത്? അത് ഞാൻ ചോദിച്ചില്ല. അങ്ങനെ ഒരു 10 പ്രാവശ്യം അയാൾ നടന്നു. എന്നിട്ട് പറഞ്ഞു, നിന്റെ കൂടെയുള്ള ആളോട് ഞാനിത് ചോദിച്ചപ്പോ ഒറ്റ പോക്കിൽ തന്നെ എല്ലാ കാര്യവും അറിഞ്ഞ അയാൾ എനിക്ക് വന്ന് പറഞ്ഞു തന്നു. അതുപോലെ അതിനൊരു യോഗ്യത വേണം. അതാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ബ്രഹ്മത്തിന്റെയും ധർമ്മത്തിന്റെയും ഒക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി ഗുണങ്ങളുടെ അശാശ്വതമായിട്ടുള്ള അവസ്ഥ, ഇത് നമ്മളെ ബന്ധിപ്പിക്കും, നമ്മളെ ബുദ്ധിമുട്ടിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അവയെ മറികടക്കാനുള്ള കഴിവ് നേടിയിട്ടുള്ള ആളാണ് ഗുണാതീതൻ എന്ന് അറിയുക എന്ന് പറഞ്ഞു. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഇപ്പൊ രാജാവിന്റെ സേവകനായി, പിന്നെ കുറെ കഴിയുമ്പോ മന്ത്രിയായി. അപ്പൊ രാജകീയമായ സുഖങ്ങൾ, രാജാവാവില്ല, പക്ഷെ രാജകൊട്ടാരത്തിലെ സുഖങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് അതിന്റെ എല്ലാ ഗുണങ്ങളും നമ്മളുടെ എവിടെയൊക്കെയാണെങ്കിലും ഏറ്റവും വലിയ ഉദ്യോഗസ്ഥന്മാർക്ക് അത് കിട്ടുന്നില്ലേ? പക്ഷെ അങ്ങനെ ആവണമെങ്കിൽ അവര് ബുദ്ധിമുട്ടണം, ആ ഒരു അവസ്ഥയിലെത്തണം. അവര് വരുമ്പോ മറ്റുള്ള വാഹനങ്ങൾ ഒഴിഞ്ഞ് അവർക്ക് വഴി കൊടുക്കും. അങ്ങനെ എന്തൊക്കെ പ്രിവിലേജുകൾ അവർക്കുണ്ട്. അതുപോലെ ഗുണാതീതനായി കഴിഞ്ഞാൽ, ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ആയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ എല്ലാ ആനന്ദവും അനുഭവിക്കാം എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇതിന് ആയിട്ടൊരു കഥയുണ്ട് കേട്ടോ. അതായത് തമിഴ്നാട്ടില് ഒരു ചെട്ടിയാരുണ്ടായിരുന്നു, കാവേരി നദിക്ക് അടുത്തായിട്ട്. ആ ചെട്ടിയാര് രത്ന വ്യാപാരിയായിരുന്നു. രത്നം രാജകൊട്ടാരത്തിലേക്ക് പലതരത്തിലുള്ള രത്നങ്ങൾ കൊടുക്കലാണ് അയാളുടെ പണി. അപ്പൊ ഈ രത്നം കൊണ്ടുവരാനായിട്ട് കച്ചവടം ചെയ്യാൻ പല നാട്ടിലേക്കും സഞ്ചരിക്കും. പണം കൊടുത്ത് രത്നങ്ങൾ വാങ്ങിയിട്ട് തിരിച്ചു വരും. അത് കൊട്ടാരത്തിൽ കൊടുത്ത് വളരെയധികം പണം രാജാവ് കൊടുക്കും. അങ്ങനെ സുഖ സൗകര്യങ്ങൾ നേടി 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 സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന, സന്തോഷം മറ്റുള്ളവർക്ക് തോന്നും, അതുപോലുള്ള ഒരാളായിരുന്നു. കൊട്ടാരത്തിലേക്ക് മുത്തും രത്നങ്ങളും കൊടുക്കുന്ന അതീവ ധനാഢ്യനായിട്ടുള്ള ഒരു വ്യാപാരി. അയാൾക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അയാളുടെ ഭാര്യ പക്ഷെ മറിച്ചായിരുന്നു, വളരെ നല്ല സ്വഭാവമുള്ള ഒരു സ്ത്രീ. എന്തിനാണ് ഇങ്ങനെ സമ്പത്ത്, കുറച്ചൊക്കെ ദാനം ചെയ്യൂ എന്നൊക്കെ പറയും. പക്ഷെ ദേഷ്യപ്പെടും. ഈ വ്യാപാരി അതൊന്നും സമ്മതിക്കില്ല. അങ്ങനെ ഇവരൊരു കുട്ടിയെ ദത്തെടുത്ത് വളർത്തി.
ദൈവാധീനം കൊണ്ട് വളരെ സൽസ്വഭാവിയായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. അത് അവനിതൊന്നും ഇഷ്ടമായിരുന്നില്ല. അങ്ങനെ ഈ കുട്ടി വലുതായി. അപ്പം വ്യാപാരി ചെട്ടിയാര് പറഞ്ഞു, ഇനി എൻ്റെ സ്ഥാനം കുറച്ചൊക്കെ ഇവൻ ചെയ്യട്ടെ, കച്ചവടമൊക്കെ ചെയ്ത് പഠിക്കട്ടെ എന്ന് പറഞ്ഞ് അതിൻ്റെ സൂത്രങ്ങളും എല്ലാം കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ ഈ കൊട്ടയില് അല്ലെങ്കിൽ പെട്ടിയില് നിറച്ചും പണമാണ്, ഇത് കൊണ്ടുപോയിട്ട് നീ ഇന്ന സ്ഥലത്തൊക്കെ പോകണം, നല്ല നല്ല രത്നങ്ങൾ നോക്കി വാങ്ങണം, എന്നിട്ട് തിരിച്ചു വരണം എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടി ഈ പണസഞ്ചിയും കൊണ്ട് പോയി വേണ്ട പോലെയൊക്കെ കച്ചവടമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്നപ്പോൾ അച്ഛൻ സന്തോഷമായി ഓട്ടിപ്പോയി സ്വീകരിച്ചു. പെട്ടി തുറന്നു നോക്കിയപ്പോൾ മുകളിൽ മുഴുവനും ചാണകവരടി അടക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അച്ഛ നിനക്ക് വ്യാപാരം നടത്തിയിട്ട് പണമൊന്നും കിട്ടിയില്ലേ? കുറെ പണമൊക്കെ കിട്ടി, കുറെ രത്നമൊക്കെ കിട്ടി, പക്ഷെ ഞാൻ അതൊക്കെ വരുന്ന വഴിയില് വല്ലാതെ സങ്കടപ്പെടുന്ന ആളുകളെ കണ്ട് വിഷമിച്ചിട്ട് നമുക്കൊരിത്തിരി കുറഞ്ഞാൽ എന്താണ്, അവര് സമാധാനമായിട്ടിരിക്കട്ടെ, ഒരാളുടെ ഒരു ജീവിതമാണ് നമ്മളുടെ ചെറിയൊരു പണം കൊണ്ട് ശരിയാവുക, അതുകൊണ്ട് ഞാൻ കുറെ അധികം ദാനം ചെയ്തു. ഇയാൾക്ക് അങ്ങോട്ട് ദേഷ്യം വരും. എന്നിട്ട് ചോദിച്ചു, നീ ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? അല്ലെങ്കിലും നിനക്ക് അങ്ങനെ തോന്നുള്ളൂ, നിന്നെ ഞാൻ ദത്തെടുത്തതല്ലേ, എൻ്റെ കുട്ടിയല്ലല്ലോ നീ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു. കടന്നു പോവാൻ പറഞ്ഞു. കുട്ടി പറഞ്ഞു, ശരി ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു. പോണേന് മുമ്പേ അമ്മയുടെ കയ്യിൽ ഒരു പെട്ടി, ഒരു കുഞ്ഞൊരു പെട്ടി മാതിരി ഒരു സാധനം, അതിൻ്റെ ഉള്ളിലൊരു പേപ്പറും വെച്ചിട്ട് എന്തോ എഴുതിയത് പോലെ തോന്നി, അത് കൊടുത്തു. എന്നിട്ട് കുട്ടി പറഞ്ഞു, ഞാൻ പോവാനെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ ഇയാൾക്ക് ചെട്ടിയാർക്ക് ദേഷ്യം വന്നിട്ട് ഈ കുട്ടി കൊണ്ടുവന്നിട്ടുള്ള സഞ്ചി അങ്ങനെ തന്നെ മുറ്റത്തേക്ക് ഒരു ഏറ് കൊടുത്തു. എറിഞ്ഞപ്പോഴോ അതിൻ്റെ ഉള്ളിൽ രത്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ കുട്ടി തുറന്നു നോക്കുമ്പോൾ അത് കാണണ്ട വിചാരിച്ചിട്ട് ഒളിപ്പിച്ച് അടിയിൽ വെച്ചതായിരുന്നു. അപ്പൊ അത്രയേറെ വില പിടിച്ച രത്നങ്ങൾ ഇയാൾ കണ്ടിട്ട് കൂടിയില്ല. ഓടിപ്പോയി മകനെ എന്ന് വിളിച്ചു. അപ്പൊ കുട്ടി പറഞ്ഞു, ഞാൻ ഇനി വരുന്നില്ല, എനിക്ക് ആ ജീവിതം ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അവൻ പോയി. അപ്പൊ എന്താ നിന്റെ കയ്യിൽ പോണ സമയത്ത് തന്നത് എന്ന് ചോദിച്ചു ഭാര്യയോട്. അപ്പൊ ഭാര്യ പറഞ്ഞു, ഈ കുഞ്ഞി കടലാസ് പെട്ടിയാണ് തന്നത്, അതിന്റെ ഉള്ളിൽ എന്തോ എഴുതിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. വേഗം കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. നോക്കിയപ്പോ എന്തായിരുന്നു, ഒരു പൊട്ടിയ സൂചിയുടെ കഷ്ണം, അതിന്റെ കൂടെ 2 വാചകം എഴുതിയിട്ടുണ്ട്. അച്ഛൻ അറിയണം, ഈ എല്ലാ ജീവികളും മരിച്ചു പോകും, അച്ഛനും മരിച്ചു പോകും. അപ്പോ പോണ സമയത്ത് ഒരു നവരത്നക്കല്ല് കൊണ്ടുപോകാൻ പറ്റുമോ? എന്തിനാണ് ഇങ്ങനെ കൂട്ടി വെക്കണത്? ആവശ്യമുള്ളവർക്ക് കൊടുക്കാനുള്ളതാണ് ധനം. ഇതിന്റെ കൂടെ ഞാനൊരു പൊട്ടിയ സൂചിക്കഷണം വെച്ചിട്ടുണ്ട്, അത് കൊണ്ടുപോകാൻ പറ്റുമോ? അച്ഛനൊന്ന് ആലോചിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ അതൊരു സുകൃതം നിറഞ്ഞ സമയമായിരുന്നു, ഭഗവാന്റെ അനുഗ്രഹമുള്ള സമയമായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ആ ചെട്ടിയാരുടെ ബുദ്ധി തെളിഞ്ഞു, വിവേകമുണർന്നു. ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊക്കെ തന്നെയാണ് ശരി, ഞാൻ പറഞ്ഞത് മുഴുവനും തെറ്റായിരുന്നു, ഇനി ഞാൻ ഇതൊന്നും കൈകൊണ്ട് തൊടില്ല എന്ന് പറഞ്ഞിട്ട് ഭാര്യയോട് പറഞ്ഞു, ഇത് നീ ആർക്ക് വേണമെങ്കിൽ കൊടുത്തോളൂ, ആർക്ക് വേണമെങ്കിൽ ആ കാവേരി നദിയിൽ കൊണ്ടുപോയി ഒഴുക്കിക്കോളൂ, എനിക്കിതൊന്നും വേണ്ട, ഞാൻ ഇതൊന്നും തൊടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ അമ്പലത്തിലേക്ക് പോവാണ്, നീ ആ ആൽത്തറയാണ് എൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞ് അവിടെ സന്യാസിയായിട്ട് കാവി വസ്ത്രമൊക്കെ ധരിച്ച് എപ്പോഴും ജപവും ധ്യാനവുമായിട്ട് ഇങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. ആ സമയത്ത് നമ്മുടെ രാജാവുണ്ടല്ലോ, ഇദ്ദേഹം ധനം വിൽക്കാറുള്ള ഈ മുത്തുരത്നമൊക്കെ കൊണ്ടുകൊടുക്കാറുള്ള ആ രാജാവ് ആ വഴിക്ക് വരാൻ പല്ലക്കില്. അപ്പൊ ഇയാൾ ചോദിക്കും, എന്താ അവിടെ ഒരു തിരക്ക്, ഒരു നല്ല തേജസ്വി ആയിട്ടുള്ള ഒരു സന്യാസി ഉണ്ടല്ലോ, ഒന്ന് നിർത്തു, ഞാനും ഒന്ന് പോയി നമസ്കരിക്കട്ടെ എന്ന് പറഞ്ഞ് രാജാവ് പല്ലക്കിന്ന് ഇറങ്ങിയിട്ട് ഈ പുതിയ സന്യാസിയെ വന്ന് നമസ്കരിക്കാൻ അടുത്തെത്തിയപ്പോ മനസ്സിലായി, അല്ല ഇത് ചെട്ടിയാരല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ആ അതെ ഞാൻ നല്ല പാത തെരഞ്ഞെടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു. എന്താ അതുകൊണ്ട് നിനക്ക് കിട്ടിയ ഗുണം എന്ന് ചോദിക്കും രാജാവ്. അപ്പൊ പറഞ്ഞു, ഇത് തന്നെയാണ് ഗുണം, ഞാൻ അങ്ങയെ കാണാൻ എത്രയോ ബുദ്ധിമുട്ടി കൊട്ടാരത്തിൽ വന്ന് കച്ചവടം നടത്തി തലയിൽ ടെൻഷനും ഒക്കെയായി തിരിച്ചു വരുന്നു. ഇപ്പോഴോ ഞാൻ സ്വസ്ഥനായിട്ട് ഇവിടെ ഈ ആലിന്റെ ചോട്ടിൽ ശുദ്ധവായുവും ശ്വസിച്ചിരിക്കുന്നു, അങ്ങ് പല്ലക്കിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് എന്നെ കാണാൻ വന്നില്ലേ, ഇത് തന്നെയാണ് അതിന്റെ ഗുണം എന്ന് പറഞ്ഞു.
അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. മനസ്സിലാക്കണം, നമ്മൾ ഭഗവാനോളം ഉയരാനുള്ള ശക്തി തന്നിട്ടാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. അതനുസരിച്ച് നമ്മൾ അത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ഗുണാതീതന്റെ ലക്ഷണങ്ങൾ 4 ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലെ ഓരോ ദിവസം ഓരോന്നായിട്ട് നമ്മൾ സ്വായത്തമാക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ നമുക്ക് തന്നെയാണ് അതിന്റെ ഗുണം ഉണ്ടാവുക. മനുഷ്യനെ നാശത്തിലേക്ക് പോകാൻ വിടാതെ നേർവഴിയിലേക്ക് നയിക്കാനാണ് പ്രകൃതി ഈ 3 ഗുണങ്ങളും അതിനുള്ള ബുദ്ധിയും നമുക്ക് തന്നിട്ടുള്ളത് എന്ന് അറിയണം. എന്നിട്ട് അത് വേണ്ടതുപോലെ ഉപയോഗിച്ച് കൂടുതൽ കൂടുതൽ ഉയർന്ന ജന്മങ്ങളിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കണം. ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം അമൃതസ്യ അവ്യയസ്യ ച ശാശ്വതസ്യ ച ധർമ്മസ്യ സുഖസ്യ ഏകാന്തികസ്യ ച. ഇതിന്റെ ഒക്കെ ആധാരം സുഖത്തിന്റെയും ബ്രഹ്മത്തിന്റെയും, ബ്രഹ്മം എന്ന് പറഞ്ഞ എന്താണ്? ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ഉച്യതേ. അത് 3ഉം ഒന്ന് തന്നെയാണ്. ബ്രഹ്മവും ഭഗവാനും പരമാത്മാവും ഒന്ന് തന്നെയാണ്. അതിൻ്റെ ഒരു കണികയാണ്, വളരെ അണുമാത്രമായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള ഒരു കണികയാണ് നമ്മളുടെ ഹൃദയ ഗുഹയിൽ ഭഗവാനായിട്ട് ഇരിക്കുന്നത്. അത് അമൃതമാണ്, അമൃതത്വമാണ്, അത് അവ്യയമാണ്. അതിനൊരു കാലത്തും ഒരു കുറവും ഉണ്ടാവില്ല. കുടം പൊട്ടിയിട്ട് കുടത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന വായു പുറത്തെ വായുവിൽ ലയിക്കുന്നത് പോലെ ഏതൊരു ശരീരമാണെങ്കിലും അതിൽ ചൈതന്യമായിട്ടുണ്ടായിരുന്ന ആ വസ്തു ശരീരം നശിക്കുമ്പോൾ അതിൻ്റെ ഉറവിടത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ് ചെയ്യാം. ശാശ്വതസ്യ ച ധർമ്മസ്യ, ശാശ്വതമായ എന്നെന്നും നിലനിൽക്കുന്ന ധർമ്മത്തിന്റെ ആധാരം അത് തന്നെയാണ്. ആ ഭഗവാനാണ് നീ. നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, സമുദ്രത്തിലെ കുമിള, ഒരു തുള്ളി വെള്ളം, ഞാൻ അത് തന്നെയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാവുന്ന ആ ആനന്ദം, ആ ലയം, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതായി തീരാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നത്. ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം, നമ്മുടെ കൂടെ ഉള്ളത് ഭഗവാനാണ് എന്നറിയണം. അമൃതസ്യ അവ്യയസ്യ ച, അത് അമൃത തുല്യമാണ്, അതിന് അവ്യയമാണ്, ഒരു കുറവും ഒരിക്കലും സംഭവിക്കില്ല. ശാശ്വതസ്യ ച ധർമ്മസ്യ, അത് ശാശ്വതമായ ധർമ്മത്തിന്റെ ഒരു ഭാഗമാണ്, ഒരു രൂപമാണ്. സുഖസ്യ, അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ശാശ്വതമായ സുഖം ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പണമൊക്കെ ഉണ്ടാക്കി ക്ലേശിച്ച് മനസ്സിന് ശാന്തി ഇല്ലാതെ പണിയെടുത്ത് വലിയ വീട് വെക്കും, അപ്പൊ ഒരു സുഖമൊക്കെ കിട്ടും. പക്ഷെ എന്തുണ്ടാവും? താൽക്കാലികമാണ് അത് പിന്നെ വൃത്തിയാക്കണം, അതിനാളെ കിട്ടില്ല, അങ്ങനെ ഇങ്ങനെ വേണ്ടിയിരുന്നില്ല, ചെറിയ വീട് മതിയായിരുന്നു എന്ന് പിന്നീട് തോന്നിയേക്കും. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഈ വീടാണ്, വീടിന് ദോഷമുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ അതിന്റെ പിന്നാലെ നടക്കേണ്ടി വരും. അങ്ങനെ അതല്ലാതെ ശാശ്വതസ്യ സുഖസ്യ, ശാശ്വതമായ സുഖം ഭഗവാനോട് ചേരുന്നത് വഴി മാത്രമേ ലഭിക്കുള്ളൂ എന്ന് അറിയണം എന്നാണ് ഈ ത്രിഗുണങ്ങളുടെ ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഈ ഇന്നത്തെ ക്ലാസ് നിർത്താം. 5 മിനിറ്റ് കൂടി ഉണ്ട്, സാരില്ല. ഇനിയിപ്പോ അടുത്ത അധ്യായം പുരുഷോത്തമ യോഗമാണ്. അപ്പൊ ഉത്തമ പുരുഷനോട് എങ്ങനെ ചേരണം എന്ന് ഭഗവാൻ ഇതിൽ പറഞ്ഞു കഴിഞ്ഞു. ത്രിഗുണങ്ങളുടെ ദോഷങ്ങൾ മനസ്സിലാക്കി ഗുണാതീതനാവണം എന്ന ഈ ശ്ലോകങ്ങളൊക്കെ ഒന്നുകൂടി, ചെറിയ അധ്യായമല്ലേ, വായിച്ചു മനസ്സിലാക്കണം. പ്രത്യേകിച്ചും 22 മുതൽ 25 വരെയുള്ള ശ്ലോകങ്ങൾ അതൊന്നുകൂടെ വായിക്കട്ടെ. പ്രകാശം ച പ്രവൃത്തിം ച മോഹം ഏവ ച പാണ്ഡവ ന ദ്വേഷ്ടി സംപ്രവൃത്താനി ന നിവൃത്താനി കാംക്ഷതി. സത്വത്തിന്റെ ലക്ഷണങ്ങളായിട്ടുള്ള എന്താണ്? ആരോടും ദ്വേഷ്ടി ഇല്ലാതിരിക്കുക, മോഹം ഇല്ലാതിരിക്കുക, നിവൃത്തി ഉണ്ടാവണം, ഒരു നിർവൃതി ഉണ്ടാകണം, അങ്ങനെയുള്ള ഒരു ആത്മജ്ഞാനം നേടണം എന്ന് പറഞ്ഞു. പിന്നെ ഉദാസീനവദാസീനോ ഗുണറിയോ ന വിചാല്യത, എന്ത് ഗുണം വന്നാലും
അതിൽ ഉദാസീനനായിട്ടിരിക്കണം. നമ്മള് നാറാണത്ത് ഭ്രാന്തന്റെ കഥയൊക്കെ കേട്ടിട്ടില്ലേ? എല്ലാത്തിലും ഒരു ഉദാസീനനാണ്. അയാൾ ഭ്രാന്തനൊന്നുമില്ല. ആൾക്കാർ ആ പ്രവൃത്തി കൊണ്ട് ഭ്രാന്തൻ ഭ്രാന്തൻ എന്ന് പറയണം. ചുടല ഭദ്രകാളിയോട് പോയിട്ട് എന്നാ ഞാൻ മരിക്ക, അല്ല എന്ത് വരാ വേണ്ടത് എന്ന് ചോദിച്ചില്ലേ? ഇത്രയും പേടിക്കാത്ത ഒരാൾ എന്നെ കാണുമ്പോ ഈ ദംഷ്ട്ര നീട്ടി നാക്കും തുറിച്ച് അഗ്നിയും പടർത്തി വരുന്ന ദേവിയെ കണ്ടിട്ടും പുഞ്ചിരിയോടെ നിന്നപ്പോ അതാണ് ഉദാസീന ഭാവം. എന്താ വേണ്ടത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ഞാൻ എന്നാ മരിക്കാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇന്ന ദിവസം. എന്നാ അത് ഒരു ദിവസം മുന്നോട്ടാക്കി തന്നോളൂ, എന്തെങ്കിലും തരണമെന്ന് ദേവിക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ അങ്ങനെ ആക്കി തന്നോളൂ എന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു എന്താ പറഞ്ഞത്? അപ്പോ മരണം പൂർവ്വനിശ്ചിതമാണ്, അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റും. എന്നാ ഒരു ദിവസം കുറച്ച് തന്നോളൂ, അതിന് പറ്റുമോ ചോദിച്ചു. അപ്പൊ അതും പറ്റില്ല. പിന്നെന്താ പറ്റുക? എൻ്റെ കാലിലെ മന്ത് ഇടത്തെ കാലം വലത്തെ കാലമിലേക്ക് ആക്കി തരുമെന്ന് അത് ചെയ്തു. അതാണ് ആ ഉദാസീന ഭാവം എന്ന് പറഞ്ഞത്. ജഡഭരതന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഭാഗവതത്തിൽ അത് കുറെ പ്രാവശ്യം അതിനെ സൂചിപ്പിക്കുന്നുണ്ട്. എന്ത് ചെയ്താലും വലിയൊരു രാജാവിന്റെ മകനാണ്, രാജാവാകാനുള്ള എല്ലാ അർഹതയുമുണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞ ചെട്ടിയാരുടെ അവസാന നില പോലെ ഭരതന് ഇതൊക്കെ വെറും വ്യർത്ഥം എന്നുള്ള തോന്നൽ കൊണ്ട് മിണ്ടാതെ എന്താണോ ചേട്ടന്മാരൊക്കെ ഉണ്ട് അവരെന്ത് പണിയാണോ പറയണത് അത് ചെയ്ത് എല്ലാവരും ജഡൻ ജഡൻ എന്ന് പറഞ്ഞാൽ തലയിലുള്ള ജഡയല്ല, മണ്ടൻ വിഡ്ഢി എന്നുള്ള അർത്ഥത്തിലാണ് ജഡഭരതൻ എന്ന് പറഞ്ഞത്. ആ പാടത്ത് പോയിട്ട് പക്ഷികൾ വരണേന് കാവലിരിക്കേ അല്ലെങ്കിൽ വിറക് മുറിക്കേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ രാജകുമാരനെ കൊണ്ട് ചെയ്യിച്ചത്. അതൊക്കെ ചെയ്യും. അവരുടെയൊക്കെ ഭാര്യമാര് എന്ത് ഭക്ഷണമാണോ കൊടുക്കുന്നത് അത് വാങ്ങി കഴിക്കും. അങ്ങനെ ജഡഭരതൻ ഇരിക്കുമ്പോഴാണ് രഘുഗണ രാജാവിന്റെ രഥം വരുന്നത്. അപ്പം പല്ലക്ക് ചുമക്കാനായിട്ട് നാലാള് വേണ്ടേ മഞ്ചലി ചുമക്കാൻ. നാലാമത്തെ ആൾക്ക് പെട്ടെന്ന് വയ്യായതായതുകൊണ്ട് ജഡഭരതനോട് പറഞ്ഞു. അതും സന്തോഷമായിട്ട് ചുമന്നുകൊണ്ട് നടന്നു. പക്ഷെ ഇദ്ദേഹം ഈ താഴെ കൂടി നടക്കുന്ന പ്രാണികൾക്ക് വേദനിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കാല് ശരിക്ക് വെക്കാത്ത കാരണം ഒരാള് നേരെ നടന്നില്ലെങ്കിൽ മഞ്ചൽ ഇങ്ങനെ ആടും. അപ്പൊ രാജാവിന് ദേഷ്യം വന്നിട്ട് ആരാ പുതിയ ആള് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോ നല്ല തണ്ടും തടിയുള്ള ഒരാള്. അപ്പൊ നല്ല ചീത്ത പറയണോ അയാളെ, എങ്ങനെയാണോ ചെയ്യാന്നൊക്കെ പറഞ്ഞ് മഞ്ചലിൽ നിന്ന് ഇറങ്ങി രാജാവ് വഴക്ക് പറഞ്ഞു. അപ്പോഴാണ് സമയമായി എന്നുള്ള തോന്നൽ വന്ന ജഡഭരതൻ ജീവിതത്തിൽ ആദ്യമായിട്ട് വായ തുറക്കുന്നത്, സംസാരിക്കാനായിട്ട് വായ തുറക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ആരെയാണ് അങ്ങ് മണ്ടൻ എന്ന് വിളിച്ചത്? എൻ്റെ ഈ ശരീരത്തിനെയാണോ? അതാണെങ്കിൽ അങ്ങേക്കുള്ളതിൽ നിന്നും എന്താ വ്യത്യാസമുള്ളത്? എൻ്റെ ആത്മാവിനെയാണോ? ആത്മാവിനെയാണെങ്കിൽ എൻ്റെ ആത്മാവും അങ്ങയുടെ ആത്മാവും ഭഗവാൻ തന്നെയല്ലേ എന്ന് പറഞ്ഞ് അതിമനോഹരമായിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഭാഗവതത്തിൽ ഉണ്ടത്. അങ്ങനെ ആ അവസ്ഥ എത്തിയ ആൾക്കാരെ മറ്റുള്ളവർ ഉദാസീനൻ എന്നൊക്കെ പറയുമെങ്കിലും അതാണ് നമ്മൾ എല്ലാവരും എത്തിച്ചേരേണ്ടതായിട്ടുള്ള ആ അവസ്ഥ. അതിനെ പ്രവേശിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഉദാസീനവദാസീനോ ഗുണൈര്യോ നവിചാര്യത. എന്ത് ഗുണം വന്നാലും അതിന് ചലിക്കാതിരിക്കുക. ഗുണാവർത്തന്തി ഇത്യേവ യോ അവതിഷ്ഠതി നേങ്കതേ. ഭൗതിക ഗുണങ്ങളാണ് എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് എന്ന് വിചാരിച്ച് അതിൽ വല്ലാതെ കുടുങ്ങിപ്പോവാതിരിക്കുക. ഉറക്കം വരുന്നുണ്ട് എന്നാലും ഞാൻ ഉറങ്ങില്ല, ഞാൻ ഭഗവത്ഗീത കേൾക്കട്ടെ. അവിടെ അപ്പുറത്ത് സീരിയൽ കാണാനുള്ള സൗകര്യമുണ്ട്, ഇപ്പുറത്ത് വേറെ ആകർഷണമുണ്ട്, എങ്കിലും അതൊന്നും കേൾക്കാണ്ട് ഇരിക്കാൻ തോന്നിയല്ലോ. ഇത് തന്നെ ഒരു വലിയ ഗുണം തന്നെയാണ്. സമദുഃഖ സുഖ സ്വസ്ഥ സമലോഷ്ടാശ്മകാഞ്ചന തുല്യപ്രിയ അപ്രിയോ ധീരനാവണം. ഞാനത് ചെയ്തേ നിൽക്കൂ. ഇന്ന് ഏകാദശിയാണ്, ഞാനത് എന്തായാലും ഏകാദശി നോൽക്കും. അല്ലാതെ ഇന്ന് വിശേഷപ്പെട്ട പായസം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വിചാരിച്ചാൽ ഏകാദശി ഇന്ന് വേണ്ടാന്ന് വെക്കില്ല. അതാണ് ധീരനായിട്ട് ഉറച്ച ബുദ്ധിയോട് കൂടിയിരിക്കും. തുല്യ നിന്ദ ആത്മസംസ്തുതി. നിന്ദ പറഞ്ഞാലും സ്തുതി പറഞ്ഞാലും അവർക്ക് എന്തെങ്കിലും കിട്ടാനായിരിക്കും അവര് പറയുന്നത്. അപ്പം അതിലൊന്നും കുടുങ്ങില്ല. മാനാപമാനയോസ്തുല്യ തുല്യോ മിത്ര അരിപക്ഷ. അരി എന്ന് പറഞ്ഞാൽ ശത്രു ആയാലും മിത്രമായാലും ഒരേപോലെ. സർവാരംഭ പരിത്യാഗി എന്ന് പറഞ്ഞാല്
ഞാനാണ് ഇത് ചെയ്തത്, ഇത് ആരംഭിച്ചത് എൻ്റെ കൈ കൊണ്ടാണ്, അതാണ് ഇത് ഇത്ര നന്നായത് എന്നുള്ള ആ എല്ലാം തുടക്കം എന്നുള്ള ആ ഭാവം പോലും ഇല്ലാതാവും. ഗുണാതീത സ ഉച്യതേ, ആ ആളാണ് അർജുന ഞാൻ പറഞ്ഞ ഗുണാതീതൻ. അതുകൊണ്ട് നീ ഗുണാതീതനാവുക, എന്നോട് ചേരാനായിട്ട് അതാണ് വഴി. അപ്പൊ ഇതിൽ പറഞ്ഞതുപോലെയുള്ള ഈ ഗുണങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. ഇനി അടുത്ത ദിവസം, അടുത്ത ശനിയാഴ്ച 15ാമത്തെ അധ്യായം. ഓം വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. എല്ലാ വൈഷ്ണവന്മാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ മാതാജി. കൃഷ്ണ.